ദുബായിൽ സ്ഫോടനമുണ്ടായെന്ന തെറ്റായ വാർത്ത നൽകിയതിന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് ഖേദം പ്രകടിപ്പിച്ചു. വാർത്ത പിൻവലിച്ചതായും റോയിറ്റേഴ്സ് വ്യക്തമാക്കി. എന്നാൽ റോയിറ്റേഴ്സിന്റെ മാപ്പപേക്ഷ തള്ളിയ UAE വ്യാജ വാർത്ത നൽകിയവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചു. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ദുബായ് ഡൗൺ ടൗണിൽ ഉഗ്രസ്ഫോടനം കേട്ടതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത് വലിയ വാർത്തയായിരുന്നു. എന്നാൽ വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും തെറ്റായ വാർത്ത നൽകുന്നവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും അന്നു തന്നെ ദുബായ് മീഡിയ ഓഫീസ് മുന്നറിയിപ്പ് നൽകി. സത്യസന്ധമല്ലാത്ത പ്രചാരണങ്ങൾ വിശ്വസിക്കരുതെന്നും ഔദ്യോഗിക ഏജൻസികളെ മാത്രം വാർത്തയ്ക്കായി ആശ്രയിക്കണമെന്നും ദുബായ് മീഡിയ ഓഫീസ് അറിയിച്ചു. ഇതേ തുടർന്നാണ് വാർത്ത തെറ്റായിരുന്നുവെന്നും മാപ്പ് ചോദിക്കുന്നുവെന്നും റോയിറ്റേഴ്സ് ഇന്ന് അറിയിച്ചത്. വാർത്ത പിൻവലിച്ചതായും റോയിറ്റേഴ്സ് വ്യക്തമാക്കി. എന്നാൽ ക്ഷമാപണം UAE തള്ളി. മാത്രമല്ല, തെറ്റായ വാർത്ത പ്രചരിപ്പിച്ച സംഭവത്തിൽ UAE പബ്ലിക് പ്രോസിക്യൂഷൻ അന്വേഷണവും പ്രഖ്യാപിച്ചു. സംഭവം ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് UAE അറ്റോർണി ജനറൽ ഡോക്ടർ ഹമദ് സെയ്ഫ് അൽ ഷംസി വ്യക്തമാക്കി. ഇത്തരത്തിലുള്ള വാർത്ത നൽകിയ ജീവനക്കാരുടെ മൊഴി പബ്ലിക് പ്രോസിക്യൂഷൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് തയ്യാറാക്കിയവർ, അംഗീകരിച്ചവർ, പ്രസിദ്ധീകരിച്ചവർ എന്നിവരിൽ നിന്നുമാണ് വിവരങ്ങൾ ശേഖരിച്ചത്. വാർത്ത പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് പാലിക്കേണ്ട നിയമപരവും തൊഴിൽപരവുമായ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്നും അന്വേഷണ സംഘം പരിശോധിച്ചു. നിയമപരമായ നടപടികൾ തുടരുമെന്നും പബ്ലിക് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, ദുബായ്.